ഗൈസ്, അങ്ങനെ വിജയ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് റീസെന്റ് കരൂരിൽ നടന്ന ബിഗ്ഗസ്റ്റ് ഡിസാസ്റ്ററിനെ കുറിച്ചാണ്. ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മടിക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് കാല് കുത്തുന്നതിന് മുമ്പ് ആ കാല് ഒടിഞ്ഞു പോകാൻ പാകത്തിനുള്ള ഒരു വലിയൊരു സെറ്റ് ബാക്ക് ആയിരുന്നു വിജയ്ക്ക് റീസെന്റ് കരൂരിൽ സംഭവിച്ചത്. അന്ന് അവിടെ 41 ജീവനാണ് പോയത്. ഇത് സംബന്ധിച്ച് വിജയ് എന്ത് പറഞ്ഞാലും അവിടെ അത് വില പോവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചു നാളത്തേക്ക് പൊതുജനങ്ങളോട് വിജയ്ക്ക് ഒന്നും തന്നെ പറയാനില്ലായിരുന്നു. സംഭവം നടന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം TVK എന്ന തന്റെ പാർട്ടിയുടെ ഒഫീഷ്യൽ പേജിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ മെയിൻ ആയിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് തന്റെ മിസ്റ്റേക്ക് ഒന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യാതെ മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിജയ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ ഒരിക്കലും വിജയ്ക്ക് ഹെയ്റ്റ് വരുത്താൻ വേണ്ടി പറയുന്നല്ല. ലോജിക്കലി തിങ്ക് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും TVK എന്ന പാർട്ടിയുടെ ഭാഗത്ത് കുറച്ചധികം മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. സോ ഇതിനെല്ലാം ശേഷം വിജയ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. അതെ, മരിച്ച 41 പേരുടെ കുടുംബത്തിനും ലൈഫ് ടൈം ഗ്യാരണ്ടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിജയ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മരിച്ചവരുടെ കുടുംബത്തിന്റെ ജീവിതാവസാനം വരെയുള്ള എല്ലാ ബാധ്യതകളുടെയും ചെലവുകളുടെയും ഉത്തരവാദിത്വം വിജയ് സ്വയം ഏറ്റെടുക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. എനിക്കിതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം മറ്റുള്ളവർ ചെയ്യുന്ന പോലെ വെറും 5-10 ലക്ഷം കൊണ്ട് ഒതുക്കി തീർക്കുന്ന പോലെയല്ല ഇത്. യെസ്, ദിസ് ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് ജസ്റ്റിസ്. സോ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഗൈസ്.